Ladies and gentlemen, this is Adarsh and welcome to my Kanedi. പലതരത്തിലുള്ള ലവ് സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ലവ് സ്റ്റോറി കണ്ടിട്ട് മേത്ത തൊലി ഉരിഞ്ഞു പോയ പോലെ തോന്നിയത് ഇത് ആദ്യമായിട്ടാണ്. സിനിമയുടെ പേര് ചെന്നൈ ലവ് സ്റ്റോറി. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. ബേസിക്കലി ഒരു തെലുങ്ക് പടമാണ്. തമിഴ്, മലയാളം സകല ഭാഷ അവൈലബിൾ ആണ്. നമ്മുടെ കിരൺ അബ്ബാവരം, ഗൗരിപ്രിയ ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പടത്തിന്റെ പേര് ചെന്നൈ ലവ് സ്റ്റോറി. എന്നാൽ ഇതിലത്തെ തമിഴന്മാര് മുഴുവൻ തെലുങ്കാണ് പറയുന്നത്. തന്നെയാണ് കിരൺ അബ്ബാവരത്തിന്റെ ഒരുവിധം എല്ലാ പടങ്ങളിലും. ഈ ഇടയ്ക്ക് കേറാമ്പ് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിൽ മലയാളമാണ്, അതായത് കേരളത്തിലോട്ട് വന്നിട്ട് മലയാളികൾ തെലുങ്ക് പറയും. എടേ നിനക്ക് വല്ല ഹൈദരാബാദ് ലവ് സ്റ്റോറി എന്നാ, ചെപ്പണ്ടി പൂച്ചാണ്ടി ലവ് സ്റ്റോറി എന്നാ പേരിട്ടാ പോരെ. ഇതിപ്പോ ചെന്നൈക്ക് തന്നെ നാണക്കേടാണ് ഈ സിനിമ. അയ്യോ, കൺട്രാവി പറഞ്ഞ പീക്ക് കൺട്രാവിയാണ് ഈ സിനിമ. ഇത് 10-60-70 കോടിയൊക്കെ അടിച്ചു പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ കണ്ണോണ്ട് തന്നെയാണ് ഈ സിനിമ കണ്ടത്. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോ തോന്നിയത്. അജാത് കൺട്രാവി പിടിച്ചതാണ്. നാറ്റപ്പടം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ നാറ്റ ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. 3 മണിക്കൂറാണ് ഈ പടം. 3 മണിക്കൂർ ഇജാതി ഒരു നക്കിയ ലവ് സ്റ്റോറി. 3 മണിക്കൂറും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കണ്ടു തീർക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ ആദ്യം തമിഴാണ് ഇത് കണ്ടത്. തമിഴ് കണ്ടപ്പോ അപരാധം പോലെ എനിക്ക് തോന്നി. ഞാൻ വെച്ചിട്ട് ഡബിങ്ങിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞിട്ട് ഞാൻ തെലുങ്കിരുന്ന് കാണാതെ തെലുങ്ക് പീക്ക് അപരാധം. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഗൗരിപ്രിയക്ക് ഒരു ബ്രേക്കപ്പും പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് ചാച്ചി ഫുൾ ഡേ വള്ളടി തണ്ണി വണ്ടിയായി മാറും. ഒരു ദിവസം ഒരു ഫുള്ള് വേണം ആ ചേച്ചിക്ക് ജീവിക്കാൻ. പക്ഷെ ഭയങ്കര ചൈൽഡിഷ് ആണ്. ഈ കുട്ടികൾക്ക് ഫീഡിങ് ബോട്ടിൽ പോലത്തെ ഒരു ബോട്ടിലാണ് റമ്മും സ്കാച്ചും വിസ്കിയൊക്കെ ഒഴിച്ച് കുടിക്കുന്നത്. അവിടുന്ന് തന്നെ ക്രിഞ്ച് ഫെസ്റ്റ് തുടങ്ങി. പിന്നെ വന്നു കിരൺ അബ്ബാവരം. ക്രിഞ്ച് ഫെസ്റ്റിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് ഇങ്ങനെ കാണിച്ചത്. കോമാളി പറഞ്ഞ പീക്ക് കോമാളി. ആ കോമാളിത്തരം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് തൊലി ഉരിഞ്ഞു. അജാതി കോമാളി. ഈ ചങ്ങായി പേര് കണ്ട് സ്റ്റീവ് ശങ്കർ, ആസ്പയറിംഗ് ഫിലിം മേക്കർ ആണ്. അതായത് സിനിമ ഡയറക്ട് ചെയ്യണം, അതാണ് ജീവിതാഭിലാഷ അന്ത്യാഭിലാഷം. ആൾക്ക് മറ്റേ ഊരും കുടിയൊന്നുമില്ല. അപ്പൊ മറ്റേ ഗൗരിപ്രിയയുടെ കുറെ ഫ്രണ്ട്സ് വന്നിട്ട് ഈ ചങ്ങായി വീട്ടിലോട്ട് കൊണ്ടുപോകും. അവിടുന്ന് അങ്ങട് ഈ ചങ്ങായി കാണിക്കുന്ന ഓരോ സാധനം ഉണ്ട്. കർമ്മം കൺട്രാവി എന്നാ പറയാൻ തോന്നുക. ഈ ചങ്ങായി കാണിക്കുന്ന കുറെ പേക്കൂത്ത് ക്രിഞ്ച് ഫെസ്റ്റ് ഉണ്ട് ഇതില്. ഈ പെണ്ണ് ഒരു പ്രൊഡ്യൂസറിന് ഡേറ്റ് ഒപ്പിച്ചു കൊടുത്തു പറഞ്ഞിട്ട് അവളുടെ ചെരുപ്പ് തുടച്ചു കൊടുക്കുക, വണ്ടി കഴുകി കൊടുക്കുക, ഇവൾക്ക് ഫുൾ ബോട്ടിൽ മേടിച്ചു കൊടുക്കുക, ഇവളുടെ വിരല് ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പറഞ്ഞിട്ട് ഇവളുടെ തല വെട്ടിയ പോലെയാണ് ഇവന്റെ പേക്കൂത്തുള്ളത്. അയ്യോ, അൺസഹിക്കബിൾ സാധനം. ഇങ്ങനെ ഒന്നെങ്കിൽ ക്രിഞ്ച് ഫെസ്റ്റിന്റെ പീക്കാണ്. നോർമലായിട്ട് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെ. അൺസഹിക്കബിൾ. കുറെ സീനുണ്ട് ഇതിലെല്ലാവരും വരുന്നവന് പോണവനൊക്കെ കരച്ചിലാണ്. നീ മതി ഒക്കെ കരച്ചിലാണ് ഇതിൽ. ഇന്നേ വരെ ഒരു സിനിമയിൽ നായകനോ നായികയെ തട്ടിപ്പോയിട്ട് ഞാൻ കരയാതിരുന്നിട്ടില്ല. എന്നാൽ ഈ സിനിമയിൽ നായകൻ തട്ടിപ്പോയി എന്ന് കണ്ടപ്പോ ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് എന്തോ ഒരു ലോട്ടറി അടിച്ചൊരു സുഖമായിരുന്നു. അജാതി പേക്കൂത്താണ് ഈ കിരൺ അബ്ബാവരം കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കിരൺ അബ്ബാവരം ദൈവം പറഞ്ഞിട്ട് ഒരു പെണ്ണും പിള്ള വരുന്നു. നിന്റെ വെറുപ്പിക്കല് അൺസഹിക്കബിൾ ആയിട്ടാണ് നീ തട്ടിപ്പോണേന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചത്. തട്ടിപ്പോയാല് സാമദ്രോഹി തൊയ്ര്യം തരില്ല, പ്രേതമായിട്ട് വന്നിട്ട് വെറുപ്പിക്കാൻ തുടങ്ങും. എന്തോ ഇതൊക്കെ എഴുതിയവന്റെ തലയിൽ വല്ല ചാണകമാണോ എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ആൻഡ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇങ്ങനെ ഇജാതി പേക്കൂത്ത് കാണിക്കുന്ന കണ്ടിട്ട് ഇതിന്റെ ഡയറക്ടർ ഷോട്ടോക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് തറ ലെവലിലുള്ള ആളാണ്. ചിലപ്പോൾ ഇത് കേൾക്കണവർക്ക് ഇത് ഭയങ്കര ഡിസ്റെസ്പെക്ട് ആയി തോന്നുന്നുണ്ടാവും. അങ്ങനെ ഡിസ്റെസ്പെക്ട് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ പടം ഒന്ന് പോയിരുന്ന് കണ്ടു വെക്കുക. ഇതല്ല അതിന്റെ അപ്പുറം ചിലപ്പോൾ പറയും. അതൊരു നക്കിയ പടം, ലവ് സ്റ്റോറി. ഏത് എന്നിട്ട് പ്രേതത്തിന് പോസസീവ്നെസ്. പ്രേമിക്കുന്ന പെണ്ണ് പഴയ എക്സിന്റെ അടുത്ത് പോകുമ്പോ അവന് പോസസീവ്നെസ്. നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോഴേ തൊയ്ര്യം തരില്ല, ചത്താലും അവൻ തൊയ്ര്യം തരില്ല.
ആൻഡ് ഇവന്റെ കോമാളിത്തരം കണ്ടിട്ട് ഈ പെണ്ണിന് പ്രേമം തോന്നിയിട്ട് വെച്ചാൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ആ പ്രൊഡക്റ്റ് ഓഫ് ഊളംപാറ. ഈ പെണ്ണ് ഊളംപാറയത്തെ പ്രൊഡക്റ്റ് ആണ്. ലോകത്തെ തലയ്ക്ക് കുറച്ച് ബുദ്ധിയും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരാളും ഇവന്റെ കോമാളിത്തരം കണ്ട് പ്രേമിക്കില്ല. അയ്യ സ്റ്റീവ് ശങ്കർ പേരിനും കൂരിനൊന്നും ഒരു കുറവുമില്ല. പടം സോണി ലിവിൽ അവൈലബിൾ ആണ്. സമയമുള്ളവർ കണ്ടു നോക്കുക. 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ ഞാനിത് കണ്ടു തീർക്കാനുള്ള മെയിൻ റീസൺ ഇതിന്റെ മ്യൂസിക് വർക്ക് അത്യാവശ്യം നൈസ്, കുഴപ്പമില്ലാത്ത മ്യൂസിക് വർക്ക്. ആൻഡ് ഇതില് മറ്റേ ഗൗരി പ്രിയ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കിരൺ അബ്ബാവരൊക്കെ പീക്ക് കോമാളി. എടെ ചാവാൻ കിടക്കുമ്പോ വരെ ഈ ചെറുക്കന് ക്രിഞ്ച് ഫെസ്റ്റ് ആണ് കാണുന്നുണ്ട്. മേത്ത് കൂടെ ബസ് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവൻ ചാവാൻ കിടക്കുമ്പോ ചെക്ക് പൊന്തിച്ച് കാണിക്കുകയാണ്. എന്റെ ഭാര്യയുടെ പേരിലുള്ള ചെക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹൗ എന്റെ പൊന്നോ, തുലി ഉരിഞ്ഞു പോവാണ്. അമ്പലത്തിൽ വെച്ചിട്ട് ഈ പെണ്ണുവനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ ഭാഗം ഒരു കരച്ചിലുണ്ട്, കയ്യിലും കാലിലും ഒക്കെ പിടിച്ചിട്ട്. അയ്യോ കൺട്രാവി, സീൻ ബൈ സീൻ ഈ സിനിമ കൺട്രാവി. ഒരു ലോജിക്ക് ഇതിലില്ല. ലോജിക്ക് പറ സാധനം നോക്കാൻ പറ്റില്ല. ഡേ ബൈ ഡേ തണ്ണി വണ്ടിയായി നടന്ന ഈ പെണ്ണും പിള്ള പിന്നെ നോക്കുമ്പോ കുടി നിർത്തിയിരിക്കുന്നു. എന്താ കാരണം അറിയില്ല. അത്രയും കാലം ഇവരെ കണ്ണെടുത്താ കാണാത്ത ഈ പെണ്ണിന് പെട്ടെന്ന് ഒരു ദിവസം അവന്റെ പ്രേമം. അതിനെന്താ റീസൺ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഈ പെണ്ണിനെ മാഡം എന്നാ വിളിക്കുക. പെട്ടെന്ന് ഒരു ദിവസം വാ പോന്നുള്ള രീതിയിലായി വീണ്ടും മാഡം എന്ന് വിളിക്കുന്നു. കെട്ടാൻ പോണ പെണ്ണിനെ മാഡം എന്ന് വിളിക്കുന്നു. അയ്യേ, അങ്ങനെ കുറെ നോൺസെൻസ് ആയിട്ടുള്ള സീൻ ഉണ്ട്. ഒരുത്തന്നെ ബസ്സിൽ നിന്ന് വീഴാൻ മുമ്പ് രക്ഷിക്കാൻ നോക്കുകയാണ് ബൈക്കിൽ നിന്ന്. ബസ്സിൽ നിന്ന് ഒരുത്തൻ വീണ് ചാവാൻ പോണ കണ്ടിട്ട് ആൾക്കാരെ നിലവിളിക്കുകയാണ് ബസ് ഡ്രൈവറിന്റെ അടുത്ത് വണ്ടി നിർത്താൻ പറയണതിന് പകരം. അങ്ങനെ ഇല്ലോജിക്കലായിട്ട് ഒരു ലോഡ് സീൻസ് ഉള്ള ഒരു കൺട്രാവി ഷിറ്റ് തീട്ടപ്പടം. പറയാൻ പാടില്ല, എന്നാലും പറയാൻ തീട്ടപ്പടം. വേണ്ടവർ കണ്ടു നോക്കാം. ഈ അപരാധം ചെന്നൈ ലവ് സ്റ്റോറി സ്ട്രീമിംഗ് ഓൺ സോണി ലിവ്.